എടുക്കാനുള്ള ടോപ്പിക് റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. റിമോട്ട് പ്രൊസീജിയർ കോൾ is a protocol that one program can use to request a service from a program located in another computer on a network without having to understand the network's details. റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ദാറ്റ് ടെക്നിക് ഈസ് ബേസ്ഡ് ഫോർ ക്ലയന്റ് സെർവർ ബേസ്ഡ് ആപ്ലിക്കേഷൻ. ക്ലയന്റ് സെർവർ ബേസ്ഡ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ് റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെസ്സേജ് പാസിംഗ് ആൻഡ് ഷെയർഡ് മെമ്മറി എന്നുള്ള കോൺസെപ്റ്റിലൂടെ നമ്മൾ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഷെയർഡ് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഒരു രണ്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ഒന്നിലധികം പ്രോസസ്സുകൾ കോമൺ ആയിട്ട് ഒരു മെമ്മറിനെ ഷെയർ ചെയ്യുന്നു. ആ മെമ്മറിയിലുള്ള ഡാറ്റാസിനെ ഏത് പ്രോസസ്സുകൾക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാമായിരുന്നു. ഇനി വേറെ മെസ്സേജ് പാസിംഗ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഷെയർ ചെയ്യാനുള്ള ഡാറ്റേനെ നമ്മുടെ കേണലിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യും. ദെൻ കേണലിൽ നിന്ന് എന്ത് ചെയ്യും, അത് എങ്ങോട്ടാണോ ഷെയർ ചെയ്യാനുള്ളത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് അല്ലെ. ഇവിടെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനിൽ ഒരു രണ്ട് ഡിഫറെന്റ് സിസ്റ്റത്തിലാണ്. നേരത്തെ ഉണ്ടായിരുന്നത് സെയിം സിസ്റ്റത്തിലാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് സിസ്റ്റത്തിലുള്ള ഡാറ്റാസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സർവീസസിന് വേണ്ടിയിട്ടോ ഒരു സർവീസ് റിക്വസ്റ്റ് കൊടുക്കുന്നതാണ് റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സബ്റൂട്ടീൻ കോൾ ഓർ ഫംഗ്ഷൻ കോൾ. ഒന്നെങ്കിൽ അതിനെ സബ്റൂട്ടീൻ കോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ കോൾ എന്നും കൂടി പറയാറുണ്ട്. എ ക്ലയന്റ് ഹാസ് എ റിക്വസ്റ്റ് മെസ്സേജ് ദാറ്റ് ദ RPC ട്രാൻസ്ലേറ്റ് ആൻഡ് സെൻഡ് ഇറ്റ് ടു ദി സെർവർ. ക്ലയന്റ് നമ്മളൊരു റിക്വസ്റ്റ് മെസ്സേജിനെ സെൻഡ് ചെയ്യും. ദെൻ RPCയിലുള്ള സ്റ്റബ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ദെൻ സെൻഡ് ടു ദി സെർവർ. സെർവറിലേക്ക് ആ റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ദിസ് റിക്വസ്റ്റ് മേ ബി പ്രൊസീജിയർ or a function call to a remote server. Then അതൊന്നെങ്കിൽ ചിലപ്പോൾ ഒരു പ്രൊസീജിയർ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ കോൾ ആവാം. When the server receives the request, it sends the request response back to the client. റിക്വസ്റ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് റെസ്പോൺസ് തിരിച്ച് ക്ലയന്റിന് പ്രൊവൈഡ് ചെയ്യും. The client is blocked while the server is processing the call. ക്ലയന്റ് ബ്ലോക്ക് ചെയ്യും when the server is processing the call and only resumed execution after the server is finished. After server process അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് പ്രോസസ്സിനടുത്ത് എക്സിക്യൂഷൻ നടക്കും. ഇതാണ് റിമോട്ട് പ്രൊസീജിയർ കോളിൽ നടക്കുന്ന ഒരു കാര്യം. ഇതിന് എങ്ങനെയാണ് ഈ ഒരു റെപ്രസെന്റേഷൻ എന്നുള്ളത് നമ്മളൊന്ന് പിക്ചറിക്കലി നോക്കാം. അല്ലെങ്കിൽ അതിന്റെ ഒരു റിമോട്ട് പ്രൊസീജിയർ കോളിന്റെ ഒരു മോഡലാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ഫംഗ്ഷൻ കോൾ ആയിരിക്കും, അല്ലെങ്കിൽ റിക്വസ്റ്റ് റിപ്ലൈ മെത്തേഡ് ആണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഒരു ക്ലയന്റും ഒരു സെർവറും ഉണ്ട്. ക്ലയന്റ് പ്രോസസ്സിനെ നമ്മൾ കോളർ എന്നും സെർവർ പ്രോസസ്സിനെ കോളി എന്നും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു റിക്വസ്റ്റ് ക്ലയന്റ് ഒരു റിക്വസ്റ്റ് കൊടുത്തു. സോ ആ റിക്വസ്റ്റിനെ പാക്ക് ചെയ്തു. ദെൻ റിക്വസ്റ്റ് സെൻഡ് ടു ദി സെർവർ മെഷീൻ. റിക്വസ്റ്റ് മെസ്സേജ് കണ്ടെയ്ൻസ് ദ റിമോട്ട് പ്രൊസീജിയേഴ്സ് പാരാമീറ്റർ. എന്താണ് നമുക്ക് ആവശ്യമുള്ളത് വെച്ചാൽ ആ റിമോട്ട് പ്രൊസീജിയേഴ്സിന്റെ പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യും, സെർവറിന് പാസ് ചെയ്യും. ഓക്കെ, ഈ സെർവറിന് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ ഇത്രയാണ് പ്രോസസ്സിങ് നടക്കുന്നത്. ഇവിടെ ക്ലയന്റ് സൈഡ് ആണിത്. ക്ലയന്റ് സൈഡ് അവിടെ ബ്ലോക്ക് ആയി. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ റിക്വസ്റ്റിന് റിപ്ലൈ കിട്ടുന്നത് വരെ ക്ലയന്റ് സെർവർ സൈഡ് ബ്ലോക്ക്ഡ് ആണ്. സോ ദാറ്റ് പാസ്ഡ് ഇൻ ടു ദി സെർവർ സൈഡ് ആൻഡ് റിസീവ്സ് ദ റിക്വസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് ദ പ്രൊസീജിയർ എക്സിക്യൂഷൻ. എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കും. പ്രൊസീജിയർ എക്സിക്യൂട്ട്സ് ആൻഡ് സെൻഡ് ദ റിപ്ലൈ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണോ പറഞ്ഞിട്ടുള്ള കാര്യം അതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിപ്ലൈ സെർവർ ക്ലയന്റിന് പ്രൊവൈഡ് ചെയ്യും. ഈ ഇത്രയും സമയം ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെർവർ പിന്നെ ക്ലയന്റിന് സെർവറിനായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് റിപ്ലൈ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ക്ലയന്റിന് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ തിരിച്ച് റിപ്ലൈ കിട്ടിക്കഴിഞ്ഞു, റെസ്യൂം എക്സിക്യൂഷൻ ആൻഡ് വി ഹാവ് ടു സെൻഡ് അനദർ റിക്വസ്റ്റ്.
നെക്സ്റ്റ് റിക്വസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്യാം. റിപ്ലൈ മെസ്സേജ് കണ്ടെയ്ൻസ് ദ റിസൾട്ട് ഓഫ് പ്രൊസീജിയർ എക്സിക്യൂഷൻ. റിപ്ലൈ മെസ്സേജിൽ റിസൾട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഒരു റിമോട്ട് പ്രൊസീജിയർ കോളിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇതിനെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എലാബറേറ്റ് ചെയ്യാം. Implementation of remote procedure call mechanism. Okay, here 3 കാര്യങ്ങളാണ് ഒരു ഇംപ്ലിമെന്റേഷൻ പ്രോസസ്സിൽ ഓരോ സൈഡിലും ചെയ്യേണ്ടത്. ക്ലയന്റ് സൈഡ് ആണെന്നുണ്ടെങ്കിലും സെർവർ സൈഡ് ആണെന്നുണ്ടെങ്കിലും ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്യാനുണ്ടാവുക. ഓക്കെ, ആദ്യം ക്ലയന്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ്. ക്ലയന്റ് സൈഡിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ക്ലയന്റ് ഉണ്ട്, ക്ലയന്റ് സ്റ്റബ് ഉണ്ട്, ആൻഡ് റിമോട്ട് പ്രൊസീജിയർ കോൾ റൺ ടൈം. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കോൾ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ക്ലയന്റിന് ഒരു കോള് കൊടുക്കുകയാണ്. ആ കോളിൽ നമ്മൾ പറഞ്ഞു പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലയന്റിന്റെ സ്റ്റെപ്പ് എന്ത് ചെയ്യും, ആ തന്നിരിക്കുന്ന ഇൻഫോർമേഷനെ കൺവേർട്ട് ചെയ്യും. പാരാമീറ്റേഴ്സും ഇതൊക്കെ കൂടെ വെച്ച് കൺവേർട്ട് ചെയ്ത് ക്ലയന്റ് സ്റ്റബിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയന്റ് സ്റ്റബ് ഈസ് എ കൺവേർട്ടർ ആണ്. കൺവേർട്ട് ചെയ്ത് എന്താണോ പറഞ്ഞ കാര്യം അതിനെല്ലാം കൂടി പാക്ക് ചെയ്യും. ക്ലയന്റിന്റെ പ്രൊസീജിയേഴ്സും എന്തൊക്കെയാണ് ആവശ്യം വെച്ചാൽ അതെല്ലാം കൂടി ഒരു പാക്കാക്കി മാറ്റും. ദെൻ ദാറ്റ് പാക്ക് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദി RPC റൺ ടൈം. സോ ഇവിടുന്ന് ഇങ്ങോട്ട് റൺ ടൈം പ്രോസസ്സ് നടക്കുകയാണ്. സോ ദാറ്റ് പാക്ക് എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. ഇനി ചില സമയത്ത് നമ്മൾ സെൻഡ് ചെയ്ത പാക്ക് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ബിസിയോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെയിറ്റിംഗ് സ്റ്റേജിലേക്ക് പോകേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാം, കോൾ പാക്കറ്റിന് സെൻഡ് ചെയ്യാം. ദെൻ ദിസ് ഇസ് ദ ക്ലയന്റ് സൈഡ്, കോൾ പാക്കറ്റിന് സെൻഡ് ചെയ്തു. സോ റിസീവിങ് സൈഡിൽ RPC റൺ ടൈമിൽ റിസീവ് ചെയ്യും. ദെൻ റിസീവ് ചെയ്ത ഡാറ്റനെ സെർവർ സ്റ്റെപ്പ് അൺപാക്ക് ചെയ്യും. അൺപാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് റിപ്ലൈ പ്രൊസീജിയർ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നെക്സ്റ്റ് ഫംഗ്ഷൻ കോൾ എക്സിക്യൂഷൻ ചെയ്യും. ഫംഗ്ഷൻ കോൾ എക്സിക്യൂട്ട് ചെയ്ത് ദെൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിപ്ലൈ മെസ്സേജ് ആവശ്യമായിട്ടുള്ള റിസൾട്ട് എന്തൊക്കെയാണോ വേണ്ടത് വെച്ചാൽ അതിനെല്ലാം കൂടി റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്ത ഡാറ്റേനെ വീണ്ടും പാക്ക് ചെയ്യും, സെൻഡ് ചെയ്യും, ദെൻ റിസീവ് ചെയ്യും, അൺപാക്ക് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഇങ്ങനെയാണ് പ്രോസസ്സ്, അതായത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് RPC എന്ന് പറയുന്ന കോൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇവിടെ നോക്കാം. The following steps takes place during a RPC. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. A client invokes a client step procedure passing parameters in the usual way. നമ്മൾ നോർമലി സെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ക്ലയൻറ്റ് ആവശ്യമുള്ള മെസ്സേജ് എല്ലാം കൂടി ക്ലയൻറ്റ് സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ ദ ക്ലയൻറ്റ് സ്റ്റെപ്പ് റിസൈഡ്സ് വിത്തിൻ ദ ക്ലയൻറ്റ്സ് ഓൺ അഡ്രസ് സ്പേസ്. ക്ലയൻറ്റിൻ്റെ സെയിം അഡ്രസ് സ്പേസിൽ തന്നെയാണ് ക്ലയൻറ്റ് സ്റ്റെപ്പും വർക്കൗട്ട് ചെയ്യുന്നത്. ദെൻ ക്ലയൻറ്റ് സ്റ്റെപ്പ് മാർഷൽസ് എന്ന് പറഞ്ഞാൽ പാക്ക്, വന്നിരിക്കുന്ന പാരാമീറ്റേഴ്സിനെ എല്ലാം കൂടി മാർഷൽ ചെയ്യും. ഓക്കെ, മാർഷൽ എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്ന പാരാമീറ്റേഴ്സും നമുക്ക് കൊടുക്കേണ്ട റിക്വസ്റ്റും എല്ലാം കൂടി ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നതാണ് മാർഷൽസ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് സ്റ്റെബാണ്. ദെൻ പാരാമീറ്റേഴ്സ് ഇൻ ടു ദ മെസ്സേജ് ആൻഡ് മാർഷലിംഗ് ഇൻക്ലൂഡ്സ് converting the representations of the parameters into this a standard format and copying each parameter into the message. Then the client step passes the message into the transport layer which sent into the remote server machine. Remote server machine like send ചെയ്യും. On the server the transport layer passes the message to the server step. Then in the receiving side transport layer മെസ്സേജിനെ റിസീവ് ചെയ്യും. ദെൻ സെർവർ സ്റ്റെപ്പിലേക്ക് കൊടുക്കും, ഡിമാർഷൽ ചെയ്യും അല്ലെങ്കിൽ അൺപാക്ക് ചെയ്യും. ദെൻ ഡിസൈഡ് സെർവർ റൂട്ടീൻ ആൻഡ് റെഗുലർ പ്രൊസീജിയർ കോൾ മെക്കാനിസം. ഇങ്ങനെയാണ് ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇത്രയാണ് നമ്മൾ ക്ലയന്റ് സൈഡിൽ നടക്കുന്നത്. റിസീവ് ചെയ്ത മെസ്സേജിനെ സെൻഡ് ചെയ്തു, ദെൻ സെർവറിന് കിട്ടി, ദെൻ സെർവർ തിരിച്ച് ആ പ്രൊസീജിയർ സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് റിട്ടേൺ മെസ്സേജിലൂടെ. When the server procedure completes its return to the server step and through the normal procedure called returns and which marshals the return values into a message
and the server step then hands the message to the transport layer. നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. ഇവിടെ നേരത്തെ റിക്വസ്റ്റ് ആയിരുന്നു വന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ തിരിച്ച് പാസ് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും ഒക്കെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിപ്ലൈ മെസ്സേജസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ആണ് നമ്മൾ തിരിച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, then transport layer sends the result back to the client transport layer which hands the message back to the client step, and the client step demarches the return parameters and the execution return to the caller. തിരിച്ച് കോളറിന് ആ മെസ്സേജിന് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നു. ഇത്രയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ക്ലയന്റ് കോൾ ചെയ്യുന്നു, ദെൻ ആ കോൾ ചെയ്തതിനെ പാക്ക് ചെയ്യുന്നു, പാക്ക് ചെയ്തതിന് സെൻഡ് ചെയ്യുന്നു, ദെൻ റിസീവ് ചെയ്യുന്നു, അൺപാക്ക് ചെയ്യുന്നു, ദെൻ തിരിച്ച് റിക്വസ്റ്റ് അല്ലെങ്കിൽ റിപ്ലൈ മെസ്സേജിനെ റിട്ടേൺ ചെയ്യണു. സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് റിമോട്ട് പ്രൊസീജിയർ കോളിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ പ്രോസ് ആൻഡ് ക്രോൺസ് നോക്കാം. Advantages and disadvantages എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. Some of the advantages of RPC are as follows. Supports the process oriented and thread oriented models. രണ്ടിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ internal passing mechanism of RPC is hidden from the user. Passing mechanism hidden from the user. User അടുത്തുനിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. The effort to rewrite and redevelop the code is minimum in remote procedure call. Remote procedure call rewrite and redevelopment code കുറവാണ്. Then can be distributed environmentally use ചെയ്യുന്നുണ്ട്. Then many of the protocol layers are omitted by the RPC to improve the performance. Performance improve ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. The remote procedure call is a concept that can be implemented in different ways. It is not a standard. ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അല്ല, ഇത് ഒരുപാട് മെത്തേഡിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിനൊരു കോമൺ ഫോർമാറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. There is no flexibility in RPC for hardware architecture. It is only interaction based ആണ്. There is an increase in cost because of remote procedure call. Procedure called cost increase ആണ്. ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞത് റിമോട്ട് പ്രൊസീജിയർ കോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ ക്ലസ്റ്റേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം.